രാമനാട്ടുകരയ്ക്കും ചേളാരിക്കുമിടയിൽ കാക്കഞ്ചേരിയിൽ ദേശീയപാതയിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. വിള്ളലിന്റെ കഥ തുടരുകയാണ്. 30-40 മീറ്റർ നീളത്തിലാണ് വിള്ളൽ. റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കും വിള്ളൽ വീണിട്ടുണ്ട്. വിള്ളലിൽ സിമന്റ് കലക്കി ഒഴിച്ചടയ്ക്കാനുള്ള ശ്രമവും നിർമ്മാണ കമ്പനി നടത്തി. KNR ആണ് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത്. അതായത് കുരിയാടിലെ ടീം. ഒന്ന് കണ്ടുവരാം. രാമനാട്ടുകരയ്ക്കും ചേളാരിക്കും ഇടയിലെ കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രാക്കുകളാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 30 മീറ്ററോളം നീളത്തിൽ ഇത്തരത്തിൽ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു വരിയായിട്ടല്ല, 3 വരികളായിട്ടാണ് ഇത്തരത്തിൽ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ റോഡിൻ്റെ മധ്യഭാഗവും കടന്ന് അതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെടുന്ന നിലയിലേക്കാണിത്. അതോടൊപ്പം തന്നെ ഈ ക്രാക്കുകൾ സിമൻറ്റ് ഗ്രൗട്ട് ഉപയോഗിച്ച് അടയ്ക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇത് സിമൻറ്റ് ഗ്രൗട്ട് ഉപയോഗിച്ച് അടയ്ക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തെ നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഒറ്റ ക്രാക്കായിട്ടായിരുന്നെങ്കിൽ ഇത് പല തരത്തിലുള്ള ക്രാക്കുകളായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഈ റോഡിൻ്റെ അടിഭാഗം പൂർണ്ണമായും തകർന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ രീതിയിൽ അടിത്തട്ടിൽ വരെ ഈ ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് കാണാം, ഇതൊരു ക്രാക്കാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇത് മറ്റൊരു ക്രാക്കാണ്. ഈ ക്രാക്കിലൂടെ ഇത്തരത്തിൽ നീളത്തിൽ ഏതാണ്ട് 20-25 മീറ്ററോളം നീളത്തിലാണ് ഈ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ക്രാക്ക് ഇവിടെ അവസാനിക്കുന്നു. അതേസമയത്ത് മറ്റൊരു ക്രാക്ക് ഇതാ ഇവിടുന്ന് വീണ്ടും ഉത്ഭവിക്കുകയാണ്. ഇത്തരത്തിലാണ് ഇവിടെ ക്രാക്കുകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് KNRുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ. അതിൻ്റെ അതേ കമ്പനി തന്നെയാണ് ഇവിടെയും ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ക്രാക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ നിന്ന് എത്തിയാൽ ഇവിടെ നിന്ന് വശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വശം ഇവിടെ കുത്തിപ്പൊട്ടിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്താനൊരു നീക്കം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ആ ഭാഗത്തേക്ക് നോക്കി നമുക്ക് കാണാം, അവിടെയും ക്രാക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് റോഡിൻ്റെ അടിഭാഗത്ത് ഏതാണ്ട് ഇവിടെ ഒരു 25 അടിയോളം ഉയരത്തിലാണ് ഇപ്പോൾ ഇവിടെ റോഡ് ഉള്ളത് എന്നാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള റോഡിൻ്റെ മധ്യഭാഗം മുതൽക്കാണ് ഇത്തരത്തിൽ ക്രാക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 3-4 സ്ഥലത്തായി ക്രാക്കുകൾ രൂപപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതിവിടെ ഒരു അപകട ഭീഷണിയുണ്ട്. ഈ അപകടം തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു കൺകട്ട് എന്ന നിലയ്ക്ക് ഇവിടെ ഗ്രൗട്ട് ഉപയോഗിച്ച് അടയ്ക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോഴാണ് ഇവിടെ നിന്ന് അവർ മാറിപ്പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഗ്രൗട്ട് ഉപയോഗിച്ച് അടയ്ക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട്. ഏതാണ്ട് 25 മുതൽ 40 മീറ്ററോളം നീളത്തിലാണ് ഇത്തരത്തിൽ ക്രാക്കുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയിലാണ്, കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ക്രാക്കുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദേശീയപാതയിലെ വിള്ളലുകളുടെ കഥ തുടരുകയാണ്. ഇത് KNR എന്ന് പറയുന്ന കൂരിയാട് റോഡിടിഞ്ഞ് വീണില്ലേ, അതേ കൺസ്ട്രക്ഷൻ നടത്തിയ കമ്പനി തന്നെയാണ് ഇവിടെയും ഈ വിള്ളലിൽ നടത്തിയ ആ സ്ട്രെച്ചിലും വിള്ളലുള്ള ആ സ്ട്രെച്ചിലും പണി നടത്തിയിരിക്കുന്നത്. എന്തൊരു പണിയായിരുന്നു എന്തോ. അപ്പോൾ ഈ മഴ പെയ്താൽ ഇതൊക്കെ ഇങ്ങനെ വിള്ളലൊക്കെ വീണ് പോവുകയാണെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ആ വാർത്തകളെല്ലാം തത്സമയം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഷയം ഇപ്പോൾ കേന്ദ്രം വളരെ ഗൗരവത്തോടു കൂടിയാണ് പരിശോധിക്കുന്നത് കേട്ടു.